ഹായ് ഓൾ, വെൽക്കം ടു ഇയോൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇത് നമുക്ക് IELTS റൈറ്റിംഗിനെ പറ്റിയിട്ട് നോക്കാം. IELTS റൈറ്റിംഗിൽ 60 മിനിറ്റ് ആണ് ഉള്ളത്. അതിൽ 2 ടാസ്കുകളാണുള്ളത്, ടാസ്ക് 1ഉം ടാസ്ക് 2ഉം. ടാസ്ക് 1ന് 20 മിനിറ്റും ടാസ്ക് 2ന് 40 മിനിറ്റ് ആണുള്ളത്. അത് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ടാസ്ക് 1 എഴുതിയതിനു ശേഷം ടാസ്ക് 2ഉം അറ്റൻഡ് ചെയ്യാം. ആ രീതിയിലും നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ടാസ്ക് 2വിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ടാസ്ക് 2 അക്കാഡമിക്കിലും ജനറലിലും സെയിം ആണ് വരുന്നത്. എസ്സേ റൈറ്റിംഗ് ആണ്, 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. ദെൻ ടാസ്ക് 1 എന്ന് പറയുമ്പോൾ അക്കാഡമിക്കിൽ വരുമ്പോഴത്തേക്കിന് ഒരു ഗ്രാഫ്, ചാർട്ട്, മാപ്പ്, ഡയഗ്രാം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒക്കെ ആയിരിക്കും ചോദിക്കുക. അത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അതിനകത്ത് ആഡ് ചെയ്യേണ്ട. അതിനകത്ത് അവർ ചോദിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിന് മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. ദെൻ അക്കാഡമിക് കഴിഞ്ഞ് ജനറലിലേക്ക് വരുമ്പോഴത്തേക്കിന് ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ് ടാസ്ക് 1ൽ ഉണ്ടാവുക. അത് ഏത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ലെറ്ററിന്റെ ആ ഒരു രീതി അനുസരിച്ച് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ലാംഗ്വേജും വ്യത്യാസം വരും. അത് ഫോർമൽ ആകാം, സെമി ഫോർമൽ ആകാം, അല്ലെങ്കിൽ ഇൻഫോർമൽ ആകാം. അത് എഴുതേണ്ടുന്ന ലെറ്ററിന്റെ ആ ഒരു രീതിക്ക് അനുസരിച്ച് മാറ്റം വരുന്നതാണ്. ദെൻ നമുക്ക് ഈ റൈറ്റിംഗിൽ കുറച്ച് ക്രൈറ്റീരിയ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ടാസ്ക് അച്ചീവ് ചെയ്തോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ്. പിന്നീട് വരുമ്പോൾ കൊഹിറൻസ് ആൻഡ് കൊഹിഷൻ. കൊഹിറൻസ് ആൻഡ് കൊഹിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ലോജിക്കൽ ഓർഡറിലാണോ ആ ഒരു പാരഗ്രാഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലിങ്കിങ് വേർഡ്സും കാര്യങ്ങളും ഒക്കെ, അതാണ് കൊഹിറൻസ് ആൻഡ് കൊഹിഷനകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലെക്സിക്കൽ റിസോഴ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വെക്കാബുലറി. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാതെ, ഒരു വേർഡ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാതെ അതിന്റെ സിനോണിംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് അതിനകത്ത് വരുന്നത്. ദെൻ പിന്നീട് വരുന്നതാണ് ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഗ്രാമർ ആണ് പിന്നീട് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ 4 ക്രൈറ്റീരിയ ആണ് മെയിൻ ആയിട്ട് അവർ സ്കോർ നൽകാനായിട്ട് യൂസ് ചെയ്യുന്നത്.